ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തനൂസ് വേൾഡ്. ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഒരു ചിത്രശലഭത്തിന് ഉണ്ടാക്കിയാലോ? അതാണ് ഇന്നത്തെ വീഡിയോ. ഒരു കാർഡ്ബോർഡ് പീസ് നന്നായിട്ട് അതിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മാർക്കർ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത്. ഞാൻ അരി യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫില്ലിങ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അരി ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് മാർക്കർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൊമ്പും കൂടിയിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കുക. അതിൽ സെൻറ്ററിൽ വെക്കാനുള്ള ഓടലും തലയുമാണ്, അതും കൂടി വരച്ച് വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ കൊമ്പ് അതിൻ്റെ ഹെഡിലോട്ടൊന്ന് വെച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഫെവിക്കോളിൽ വെള്ളം ചേർത്തിട്ട്, അതാണ് ഇതിൻ്റെ ചിറകിലോട്ട് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അരി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അരി അവിടെ നിൽക്കും. അതിന് ശേഷമുള്ള അരികൾ ഒന്ന് കൊട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പൊയ്ക്കോളും. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഫുള്ളും അരി ഒന്ന് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ അരി പറഞ്ഞു പോരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് കളേഴ്സാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊരു 5-6 കളർ എൻ്റെ കയ്യിൽ കിട്ടിയത് എടുത്ത് വെച്ചിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. റെഡ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ, ഒരു സ്കൈ ബ്ലൂ, ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, അങ്ങനെ കുറച്ച് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ ലൈക്ക് ചെയ്തുകൊണ്ടോ ഒന്നും നഷ്ടപ്പെടില്ല. പക്ഷേ എനിക്കതൊരു വലിയ സപ്പോർട്ടാവും. ഇതിലെന്തെങ്കിലും ഒരു തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് തന്നെ ഒരു വൈറ്റ് കളറിലെ പെയിൻറ്റ് അടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടും കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മിറേഴ്സും ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയൊക്കെ വെച്ചിട്ട് ആ ചിത്രശലഭത്തിനൊന്ന് ഭംഗിയാക്കി കൊടുക്കുക എന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്കുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.